രാമായണം ഭാഗം 1. ആദികാണ്ഡം. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, അതായത് ത്രേതായുഗത്തിൽ, ദശരഥൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അജൻ എന്നും പിതാമഹൻ്റേത് രഘു എന്നുമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അതിപ്രശസ്തനായ ഭരണാധിപനായിരുന്നു രഘു. അതിനാൽ ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഇവരുടെ വംശം രഘുവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. സൽസ്വഭാവിയും ധർമ്മിഷ്ഠനും സത്യപരിപാലനത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രാജാവായിരുന്നു ദശരഥൻ. മികവുറ്റ ഭരണതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാജധാനി അയോധ്യ നഗരമായിരുന്നു. അത് സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. രാജ്യരക്ഷാ നടപടികളിലും ആഭ്യന്തര കാര്യങ്ങളിലും മഹാരാജാവ് അത്യന്തം ശ്രദ്ധാലുവായിരുന്നു. മഹാരാജാവിന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. സേവനോത്സുകരും വിദ്യാസമ്പന്നരും രാഷ്ട്രതന്ത്രജ്ഞരുമായിരുന്ന ഈ 8 പേർ ആരൊക്കെയാണെന്നറിയാമോ? സുമന്ത്രൻ, വിജയൻ, ധൃതി, അശോകൻ, രാഷ്ട്രപാലൻ, രാഷ്ട്രവർദ്ധൻ, ജയന്തൻ, സുരാഷ്ട്രൻ എന്നിവരായിരുന്നു ഇദ്ദേഹത്തിന്റെ മന്ത്രിമാർ. ഇനി പുരോഹിതന്റെ കാര്യം പറയുകയാണെങ്കിലോ, ലോകം മുഴുവൻ വന്ദിക്കപ്പെടുന്ന ജ്ഞാനിയും അഗാധ പണ്ഡിതനുമായ വസിഷ്ഠമുനിയായിരുന്നു അദ്ദേഹം. ഇത്രയും നല്ല മന്ത്രിമാരും പുരോഹിതനുമൊക്കെയുള്ള ദശരഥ മഹാരാജാവിന്റെ ഭരണകാലത്ത് അയോധ്യയിൽ അത്യാചാരം, അനീതി, അക്രമം, കൊല, കൊള്ള, കള്ളത്തരം അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാജാവ് പ്രജകളെയെല്ലാം സ്വന്തം മക്കളെ പോലെ കരുതി. പ്രജകൾ രാജാവിനെ അച്ഛനെ പോലെയും കരുതി സ്നേഹിച്ചു, ബഹുമാനിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദശരഥ മഹാരാജാവിന്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? അദ്ദേഹത്തിന് സന്താനങ്ങളില്ല. ഒരു പുത്രന്റെ മുഖം കാണാൻ ഇടവരാതെ ആയിരിക്കുമോ ഇഹലോകവാസം വെടിയേണ്ടി വരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിനെ കാർന്നു തിന്നുന്ന ദുഃഖം. മഹാരാജാവ് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യം കൗസല്യ, പിന്നെ കൈകേയി, മൂന്നാമത് സുമിത്ര. രാജകുമാരിമാർ 3 പേരും പ്രശസ്ത രാജകുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു. ഒരുപാട് ദാനധർമ്മങ്ങളും വഴിപാടുകളും ക്ഷേത്ര ഉപാസനകളുമൊക്കെയായി രാജാവും റാണിമാരും ചെയ്തു പോന്നു. എങ്കിലും ഒരു പുത്ര സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. പുത്രദുഃഖം ഒരുപാടങ്ങ് അലട്ടുന്ന സമയത്ത് രാജാവ് മനസ്സിനെ തിരിച്ചുവിടാൻ വേണ്ടി നായാട്ടിന് പോവുക പതിവാക്കി. അങ്ങനെയുള്ള ഒരവസരത്തിൽ അദ്ദേഹത്തിന് മനഃശാന്തി ലഭിക്കാറുണ്ട്. കാരണം അദ്ദേഹം ഈ പുത്രദുഃഖം അപ്പോൾ മറന്നുപോകും. അങ്ങനെ ഒരു ദിക്കൽ വേട്ടയ്ക്ക് പോയപ്പോൾ അദ്ദേഹം ഒരു കാട്ടിലെത്തി. എവിടെ നിന്നോ ഒരു ശബ്ദം. ആന തുമ്പിക്കൈയിൽ വെള്ളം നിറയ്ക്കുന്ന പോലെയാണ് ആ ശബ്ദം. അങ്ങനെയെങ്കിൽ ഈ ആനയെ തന്നെ ഇന്ന് അമ്പെയ്തു വീഴ്ത്താം എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം വില്ലുകുലച്ചു. അദ്ദേഹം ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. കുറച്ചു നേരം നടന്നു നോക്കിയെങ്കിലും ആനയെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തേക്ക് അസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്തുവിട്ടു. പെട്ടെന്നതാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഈശ്വര, അബദ്ധമായി പോയോ? മഹാരാജാവ് തളർന്നുപോയി. എങ്കിലും ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. ദൈവമേ, ഒരു മുനികുമാരനതാ അമ്പേറ്റ് ആ പുഴയുടെ അരികിൽ കിടക്കുന്നു. പ്രാണവേദന കൊണ്ട് പിടയുകയാണ് ആ മുനികുമാരൻ. അരികെ വെള്ളം വാർന്നൊഴുകുന്ന ഒരു മൺകുടം ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. ഈശ്വര, എന്തൊരു ആപത്തായിപ്പോയി സംഭവിച്ചു പോയത്. എന്തു വേണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന മഹാരാജാവിനെ കണ്ടിട്ട് ആ മുനികുമാരൻ ഇങ്ങനെ പറഞ്ഞു: അയ്യോ രാജാവേ, അങ്ങ് എന്തിനെന്നെ അമ്പെയ്തു കൊന്നു? പക്ഷേ അങ്ങ് അറിയാതെ ചെയ്തതാവും അല്ലേ? എങ്കിലും അവിടെ ആ കുടിലിൽ വെള്ളത്തിന് ദാഹിച്ചു കിടക്കുന്ന എൻ്റെ അച്ഛനമ്മമാരുണ്ട്. അവരിരുവരും അന്ധരാണ്. അച്ഛൻ്റെ ശാപം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. എന്നെ ദയവ് ചെയ്ത് അവരുടെ അടുക്കലെത്തിക്കണം. ഇങ്ങനെ പറഞ്ഞ് പാവം കുമാരൻ മരിച്ചു. ദശരഥനാകട്ടെ അപരാധബോധത്താൽ ആ മുനികുമാരന്റെ മൃതശരീരം കോരിയെടുത്ത് ആ കാട്ടിലൂടെ ആ വൃദ്ധ ദമ്പതികളെ തേടിപ്പോയി. അങ്ങനെ അവരുടെ ആശ്രമം കണ്ടുപിടിച്ചു. മുറ്റത്തെ കരിയില ഞെരിയുന്ന ശബ്ദം കേട്ടപ്പോൾ ആ അന്ധനായ അച്ഛൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു: മോനെ, നീ പോയിട്ട് എത്ര നേരമായി? എന്താണ് ഇത്ര വൈകിയത്? ആരുത്തരം പറയും? ദശരഥ രാജാവിൻ്റെ നാവ് വരണ്ടു മരവിച്ചു പോയിരിക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ പേടിച്ച് പതുക്കെ നടന്ന് ആ കുട്ടിയുടെ മൃതശരീരം ആ അന്ധനായ മുനിയുടെ മടിയിൽ വെച്ചു കൊടുത്തു. ഒരു കുറ്റവാളിയെപ്പോലെ അരികിലേക്ക് മാറി നിന്നു. തങ്ങളുടെ പുത്രന്റെ മൃതശരീരമാണതെന്ന് മനസ്സിലാക്കിയതോടെ പൊട്ടിക്കരച്ചിലും ദീനരോദനവും അവിടെ മുഴങ്ങി. അന്ധയായ അമ്മ നെഞ്ചത്തടിച്ച് മകന്റെ ജഡം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛനാകട്ടെ തേങ്ങി കരഞ്ഞു.
മഹാരാജാവിൻ്റെ മനസ്സിടിഞ്ഞുപോയി. ഈ രംഗം കണ്ടു നിൽക്കാൻ വയ്യാതെ അദ്ദേഹം പെട്ടെന്ന് ചെന്ന് ആ മുനിയുടെ കാൽക്കൽ വീണു. കണ്ണുനീർ ഉതിർത്തുകൊണ്ട് അദ്ദേഹം രാജാവാണെന്നും അറിയാതെ പറ്റിയ കയ്യബദ്ധത്തിന് മാപ്പേകണമെന്നും പറഞ്ഞു. പക്ഷേ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായപ്പോൾ മുനി പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങളുടെ കണ്ണുകളായിരുന്നു ഞങ്ങളുടെ സിന്ധുമോൻ. ഇപ്പോൾ മാത്രമേ കണ്ണു കാണാത്തവരാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. ഇതുവരെയും ഞങ്ങൾക്ക് കണ്ണായി അവനുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്കും അവനെ പിന്തുടരുകയേ നിവൃത്തിയുള്ളൂ. കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ 3 പേരുടെയും ജീവനാണ് അങ്ങ് എടുത്തിരിക്കുന്നത്. അതിനാൽ അങ്ങയ്ക്ക് മാപ്പില്ല. അങ്ങ് പുത്രദുഃഖത്തോടെ തന്നെ മരിക്കും. ദശരഥൻ ഇത് കേട്ടതോടെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ മുനിവര്യ, എനിക്ക് പുത്രന്മാരില്ല. ഞാനൊരു നിർഭാഗ്യവാനായിപ്പോയി. അപ്പോൾ അന്തമുനി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വാക്ക് പൊള്ളയാവില്ല. യജ്ഞങ്ങളുടെ ഫലമായി അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകും. എന്നാൽ അങ്ങ് മരിക്കുമ്പോൾ പുത്രന്മാർ അരികത്തുണ്ടാവില്ല. അങ്ങ് എത്ര ദയാലു. അങ്ങയുടെ അഭിശാപം ഹേതുവായിട്ടാണെങ്കിലും എനിക്കൊരച്ഛനാവാൻ സാധിച്ചാൽ ഞാൻ എത്ര ധന്യനായിരിക്കും.